നമസ്കാരം. പോത്തുണ്ടി തിരുത്തമ്പാട് ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ 2019 തിരുത്തമ്പാടം ബോയൻ കോളനിയിലെ ചെന്താമര വെട്ടിക്കൊന്നതും പട്ടാപ്പകൽ. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സജിതയെ തിരുത്തമ്പാടം ബോയൻ കോളനിയിലുള്ള വീടിനകത്ത് കഴുത്തിന് പിന്നിലും തോളിലും വെട്ടേറ്റ നിലയിൽ അയൽവാസികൾ കണ്ടെത്തിയത്. ആരാണ് കൊല നടത്തിയതെന്ന് ആർക്കും പിടികിട്ടിയില്ല. പരിസരത്തുള്ളവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് സജിതയുടെ അയൽവാസിയായ ചെന്താമരയിലേക്ക് പോലീസ് അന്വേഷണം എത്തിയത്. 2025 സജിതയുടെ ഭർത്താവിനെയും അമ്മയും വീട്ടിൽ കയറി ചെന്താമര വെട്ടിക്കൊല്ലുന്നതും അതേ ക്രൂര മനസ്സുമായിട്ടാണ്. സൈക്കോയായ ചെന്താമര വെട്ടുകത്തി ഉപയോഗിച്ചാണ് സജിതയെ വെട്ടിക്കൊന്നത്. ഇതേ രീതിയിൽ വീണ്ടും ഇരട്ടക്കൊലയും നടത്തി. സജിതയടക്കം 3 പേരെ കൊല്ലുമെന്ന് 2019 ചെന്താമര പറഞ്ഞിരുന്നു. ഇയാൾക്ക് ഭയങ്കര വ്യക്തിവൈരാഗ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. സജിതയെ കൊന്നിട്ടും പക തീർന്നില്ല. ജാമ്യത്തിനിറങ്ങിയപ്പോൾ വീണ്ടും സജിതയുടെ ഭർത്താവിനെയും അമ്മയും കൊന്നു. അന്നേ ആദ്യ ലിസ്റ്റിൽ 3 പേരുണ്ടായിരുന്നു. ബിന്ദു എന്ന അയൽവാസിയും കൊല്ലുമെന്നും പറഞ്ഞിരുന്നു. സജിത കൊലക്കേസിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് നായ ബിന്ദുവിന്റെ വീട്ടിൽ മണം പിടിച്ചെത്തിയിരുന്നു. അതായത് സജിതയെ കൊന്ന ശേഷം ബിന്ദുവിന്റെ വീട്ടിലെത്തിയെന്നും വ്യക്തമായി. പുഷ്പ എന്ന സ്ത്രീയെയും കൊല്ലുമെന്ന് അന്ന് വീമ്പ് പറഞ്ഞിരുന്നു. ഇത് നാട്ടുകാർക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് ചെന്താമര ജാമ്യത്തിലിറങ്ങിയപ്പോൾ നാട്ടിൽ ആശങ്ക കൂടിയത്. ജാമ്യത്തിലിറങ്ങിയ ശേഷവും ചിലതെല്ലാം ഇയാൾ പറഞ്ഞിരുന്നു. ഭയങ്കര വൈരാഗ്യത്തിനുടമയായ ചെന്താമര വീണ്ടും എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം നാട്ടുകാർക്കുണ്ടായിരുന്നു. സുധാകരനെയും അമ്മയുമാണ് തിരിച്ചെത്തിയ ചെന്താമര ഹിറ്റ് ലിസ്റ്റിൽ കയറ്റിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഇന്ന് രാവിലെ സുധാകരന്റെ വീട്ടിലെത്തി 2 പേരെയും കൊലപ്പെടുത്തുകയായിരുന്നു. 2019 ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയത്. 4 വർഷത്തിനു ശേഷമാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. ചെന്താമരയ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കി. ചെന്താമരയും ഭാര്യയും അകന്നു കഴിയുകയാണ്. ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റിയത് സജിതയാണെന്ന സംശയത്തിന്റെ പേരിലാണ് ചെന്താമര അന്ന് സജിതയെ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെയാണ് പ്രതി 2 മാസം മുൻപ് ജാമ്യത്തിലിറങ്ങിയത്. ഇയാൾ നാട്ടിലെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ ഭയാശങ്കയിലായിരുന്നു. ഇയാൾ വീണ്ടും ആരെയെങ്കിലും കൊല്ലുമെന്ന സംശയം നാട്ടുകാർക്കുണ്ടായിരുന്നു. വാർഡ് മെമ്പർ വഴി പോലീസിൽ വിവരം അറിയിച്ചിരുന്നുവെന്നും എന്നാൽ വിഷയത്തിൽ പോലീസ് കാര്യമായ നടപടിയെടുത്തില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. സജിതയുടെ ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിൽ ജോലി സ്ഥലത്തും മക്കൾ സ്കൂളിലും പോയ സമയം സജിത ബോയൽ കോളനിയിലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. തൊട്ടടുത്ത് ആളുകളുമില്ലായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയായിരുന്നു 2019 ആ കൊലപാതകം. അന്ന് അന്വേഷണത്തിൽ തെളിവുകളും നാട്ടുകാരുടെ മൊഴികളും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. പോലീസ് സംഘം ഫോറൻസിക് വിദഗ്ധരുടെയും വിരലടയാള വിദഗ്ധരുടെയും ഡോഗ് സ്ക്വാഡിന്റെയും സൈബർ സെൽ വിദഗ്ധരുടെ സഹായത്തോടെ സംഭവ സ്ഥലത്തെത്തി അന്വേഷണവും നടത്തി. ഇതോടെ ചെന്താമരയുടെ ക്രൂരത വ്യക്തമായി. സജിതയെ കൊന്ന ശേഷം പ്രതി ഒളിവിൽ പോയതെന്നാണെന്നും മനസ്സിലാക്കി. തുടർന്ന് പ്രതിക്ക് വേണ്ടി പോത്തുണ്ടിയുടെ പരിസര പ്രദേശങ്ങളിലും സമീപത്തെ മലകളിലും വനങ്ങളിലും പോലീസ് സംഘങ്ങളായി തിരഞ്ഞ് നാട്ടുകാരുടെ സഹായത്തോടെ അന്ന് തിരച്ചിൽ നടത്തി. കൊലപാതകത്തിനു ശേഷം മലമുകളിലെ വനത്തിൽ ഒളിച്ചിരുന്ന പ്രതി വനത്തിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി രാത്രിയായതോടെ കാടിന് പുറത്തിറങ്ങിയ സമയം പരിസര പ്രദേശങ്ങളിൽ നിരീക്ഷണം നടത്തിയിരുന്ന പോലീസ് സംഘം പ്രതിയെ തന്ത്രപരമായി കസ്റ്റഡിയിൽ അന്നെടുക്കുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾക്കും ഭാര്യയും കുട്ടിയും പിണങ്ങിപ്പോയതും അയൽവാസിയായ സജിതയ്ക്ക് മറ്റു ചില അയൽവാസികൾക്ക് പങ്കുണ്ട് എന്നുള്ള ധാരണയിലുള്ള വൈരാഗ്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് കുറ്റസമ്മതം നടത്തി. അന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തി, പ്രതിയുടെ വസ്ത്രങ്ങൾ എന്നിവ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ മോഡലായിരുന്നു 2025 കൊലകൾ. വിചാരണ നടപടികൾ പുരോഗമിക്കവേ 2 മാസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. ഇയാൾ വീണ്ടും മറ്റെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുമോ എന്ന ഭയം നാട്ടുകാർക്കുണ്ടായിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ നെന്മാറ പോലീസിന് പരാതി നൽകി. എന്നാൽ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ചെന്താമര അയൽ വീട്ടിലെത്തി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊല്ലുന്നത്. ദേഹമാസകലം വെട്ടേറ്റ നിലയിലായിരുന്നു ഇരുവരും. ലക്ഷ്മിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ സുധാകരൻ മരിച്ചതായിട്ടാണ് വിവരം. സുധാകരന്റെ മൃതദേഹത്തിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. പ്രതിയെ പിടികൂടിയാൽ മാത്രമേ മൃതദേഹം സ്ഥലത്ത് നിന്ന് മാറ്റാൻ അനുവദിക്കൂ എന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട്.